ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് അഹ്കാമു തജ്വീദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അഹ്കാമു തജ്വീദിലെ അദ്ദർസുർ റാബി 4ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താഉ മജ്റൂറത്തു വൽ മർബൂത്ത. താഉ മജ്റൂറത്തു വൽ മർബൂത്ത. താഉകൾ രണ്ട് വിധമാണ്. ബാത്താവും ഹാത്താവും. ബാ പോലെ ഇടുന്ന താവും ഹാ പോലെ ഇട്ടിട്ടുള്ള രണ്ട് താവുകളും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ സൂറത്തിലെ ആയത്തുകൾ തന്നിട്ടുണ്ട്. നമുക്ക് താഴെ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് വരാം. എന്താണ് ഇവിടെ പറയുന്നത്? താവുകൾ രണ്ട് വിധമുണ്ട്. താവുകൾ രണ്ട് വിധമുണ്ട്. താഉ മജ്റൂറ, അതായത് ബാത്താവ്. ബാ പോലെ ഇടുന്ന തായിനാണ് ബാത്താവ്. മജ്റൂറ, അതിന് താഉ മജ്റൂറ എന്നാ പറയാം. പിന്നെ താഉ മർബൂത്ത, ഹാത്താവ്. ഹാ ഇട്ടിട്ട് മുകളിൽ രണ്ട് പുള്ളി ഇടുന്നത് ഹാത്താവ്. അപ്പോൾ താഉ മജ്റൂറ, താഉ മർബൂത്ത, ഇങ്ങനെ രണ്ട് താവുകൾ, രണ്ട് വിധം താവുകളാണുള്ളത്. മനസ്സിലാക്കുക. താഉ മർബൂത്തക്ക് ഹാ ഉത്ത് അനീസ് എന്ന് പേരുണ്ട്. മർബൂത്തക്ക് ഹാ ഉത്ത് അനീസ്, ഹാ ഉത്ത് അനീസ് എന്ന് പേരുണ്ട്. ഹാ ഉ മർബൂത്തയുടെ മറ്റൊരു പേര് എന്ത്? എക്സാമിന് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഹാ ഉ മർബൂത്തയുടെ മറ്റൊരു പേര് എന്താണ്? ഹാ ഉത്ത് അനീസ്. താ ഉ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. താ ഉ മർബൂത്ത എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? ഹാ ആയിട്ടാണ്. വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. മനസ്സിലാക്കാം. പിന്നെന്താണ് അവിടെ പറയുന്നത്? ഹാ ഉത്ത് അനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാഇന്റെ ശബ്ദം പുറത്തു വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ ഹാഇന് പകരം അലിഫ് വരികയോ ചെയ്യരുത്. ഹാ ഉത്ത് അനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഇതും എക്സാമിൽ ചോദിക്കാറുണ്ട്. എന്താണ്? വഖഫ് ചെയ്യുമ്പോൾ ഹാഇന്റെ ശബ്ദം പുറത്തു വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ ഹാഇന് പകരം അലിഫ് വരികയോ ചെയ്യരുത്. അപ്പോൾ ഇത് എന്താണ് ഇവിടെ പറയുന്നത് മനസ്സിലാക്കുക. നമുക്ക് മുകളിൽ പറഞ്ഞ ഉദാഹരണം മനസ്സിലാക്കി പറയാം. ഇവിടെ അൽ കാര്യത്തു മൽ കാര്യ. അപ്പോൾ ഇവിടെ വഖഫ് ചെയ്യുമ്പം ഹ ഉത്ത് അനീസ്, അതായത് താ ഉ മർബൂത്ത, ഇതിൽ വഖഫ് ചെയ്യുമ്പം ഹാഇന്റെ ശബ്ദം പുറത്തു വരാതെ ആ എന്ന് ഇവിടെ കാര്യ എന്ന് പറഞ്ഞ് നിർത്തരുത്. കാര്യ അവസാനം ഹാ വരണം. ഹാ നമുക്ക് പുറത്തു വരണം. അപ്പോൾ അതിന് മുമ്പുള്ള അക്ഷരത്ത് ശബ്ദം മുറിക്കരുത്. കാര്യ ആ അതിന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ മുറിക്കരുത്. കാര്യ അങ്ങനെ മുറിക്കരുത്. പിന്നെന്താണ്? കാര്യ എന്ന് പറഞ്ഞിട്ട് അലിഫിൽ ഹാഇന് പകരം അലിഫ് വരികയും ചെയ്യരുത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇവിടെ ഹാഇന്റെ ശബ്ദത്തിലാണ് നമ്മളവിടെ വഖഫ് ചെയ്യേണ്ടത്. താ ആണ്, എന്നാലും നമ്മളവിടെ ഹാ ആയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഹൽ അതാക ഹദീസു ആഷിയ. യഹ് യഹ്. പിന്നെ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. സഹ് സഹ്. ഹാ വരുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെന്താണ്? ആമിലത്തുൻ നാസിബ. ഇവിടെ എന്താണ്? ഫി ഐനുൻ ജാരിയ. ഇവിടൊക്കെ ഹാ മർബൂത്ത വന്നിട്ടുണ്ട്. ഹാ ഉത്ത് അനീസിലാണ് നമ്മൾ വഖഫ് ചെയ്തത്. ഹാ ആയിട്ടാണ് നമ്മളവിടെ ശബ്ദം മുറിച്ചത്. അപ്പം അത് നമ്മളവിടെ ഹാ ആയിട്ടാണ് ഇവിടൊക്കെ വഖഫ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ വനമാരിക്കു മസ്ഫൂഫ. മസ്ഫൂഫ. ഈ താഇന്മേൽ നിർത്താതെ ചേർത്തി ഓതുകയാണെങ്കിൽ ഹർക്കത്തു നൽകി താഇന്റെ മഹ്റജിൽ നിന്ന് തന്നെ വായിക്കണം. അതായത് ഹാ ഉത്ത് അനീസിൽ വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുകയാണെങ്കിൽ, ഹാ ഉത്ത് അനീസിൽ വഖഫ് ചെയ്യാതെ ഓതുകയാണെങ്കിൽ താഇന്മേൽ നിർത്താതെ ചേർത്ത് ഓതുകയാണെങ്കിൽ ഹർക്കത്ത് നൽകാം. ഉദാഹരണം നമുക്ക് നോക്കാം. ഫി ജന്നത്തിൻ ആലിയ. അപ്പം ഇവിടെ ഹാ ഉത്ത് അനീസ് ഹാ ആയിട്ട് നമ്മളിവിടെ വഖഫ് ചെയ്തു.
അപ്പം ഇത് വഖഫ് ചെയ്യാതെ ഇതിലേക്ക് ചേർത്തി ഓതുകയാണെങ്കിൽ ഇവിടെ താഇന് നമ്മൾ എന്ത് ചെയ്യണം? ഹർക്കത്ത് നൽകണം. ഇവിടെ തീ എന്നത് ആ ഹർക്കത്ത് നൽകിയിട്ട് വേണം ഇവിടെ നമ്മൾ ചേർത്ത് ഓതാൻ. ഹ ആയിട്ട് ഉച്ചരിക്കരുത്. എങ്ങനെ? ഫി ജന്നത്തിൻ ആലിയത്തില്ല, തില്ല. മനസ്സിലായില്ല? ഹർക്കത്ത് നൽകി താഇന്റെ മഹ്റജ്, താഇന്റെ മഹ്റജിൽ നിന്ന് തന്നെ അത് നമ്മൾ ഉച്ചരിക്കണം. ഹ ആയിട്ട് വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുകയാണെങ്കിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ മൗലൂഅത്തുൻ ഉള്ളത് നമ്മളവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹ ആയിട്ട് ഹ തഅനീസിൽ നമ്മൾ വഖഫ് ചെയ്യും. അപ്പോഴോ ചേർത്ത് ഓതുകയാണെങ്കിൽ ഹർക്കത്ത് നൽകാം. ഇവിടെ തൂ എന്നതിന് താഇന്റെ മഹ്റജിൽ തൂ നൽകിയിട്ട് മനസ്സിലാക്കുക. അങ്ങനെയാണ്. അപ്പോൾ താഇന്മേൽ നിർത്താതെ ചേർത്തി ഓതുകയാണെങ്കിൽ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് ചോദ്യം വരാം. എന്താണ്? ഓതുകയാണെങ്കിൽ ഹർക്കത്ത് നൽകി താഇന്റെ മഹ്റജിൽ നിന്ന് തന്നെ വായിക്കണം. മനസ്സിലാക്കുക. ഇനി എന്താ ഇവിടെ വന്നത്? താഴെ തന്ന ആയത്തുകളിൽ ഇവിടെ ഒക്കെ വന്നിട്ടുണ്ട്. ഹസനത്തം വ. അപ്പോൾ ഇവിടെ ഒക്കെ ചേർത്തി ഓതുന്ന സ്ഥലങ്ങളാണ്. മനസ്സിലാക്കുക. അപ്പോൾ വഖഫ് ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഉള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചേർത്തി ഓതുമ്പോൾ ആവുമ്പോൾ താഇന്റെ മഹ്റജിൽ നിന്ന് തന്നെ ഹർക്കത്ത് നൽകി ഓതുക. ഇവിടെ താഉ മജ്റൂറ, മർബൂത്ത മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ ഇവിടെ മുത്തുമഇന്ന ഹ തഅനീസിൽ നമ്മൾ വഖഫ് ചെയ്തു. മനസ്സിലാക്കുക. റാളിയത മർളിയ താഇന്റെ മഹ്റജിൽ ചേർത്തി ഓതുമ്പോൾ മനസ്സിലാക്കുക. പിന്നെതാ അൽഹാഖ നിർത്തണം. ഹ തഅനീസിൽ നമ്മൾ വഖഫ് ചെയ്തു. ചേർത്തി ഓതുകയാണെങ്കിൽ അൽഹാഖതു മൽഹാഖ അങ്ങനെയാണ് നമ്മൾ ഓതുക. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെയൊക്കെ മനസ്സിലാക്കിയിട്ട് അടയാളപ്പെടുത്തുക. മജ്റൂറ, മർബൂത്ത. അപ്പോൾ അതങ്ങനെ വന്ന ഉദാഹരണങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ വർക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്കിവിടെ ഹിഫ്ലാക്കേണ്ട ഭാഗവും നോക്കി ഓതേണ്ട ഭാഗവും സൂറത്തുർ റഅദിൽ നിന്ന് വൈബ്രാഹീമ എന്ന് തുടങ്ങുന്ന ആയത്താണ്. 1 മുതൽ 33 ആയത്ത് വരെ മജ്റൂറയും മർബൂത്തയും ഒക്കെ ശ്രദ്ധിച്ച് ഓതാനാണ്. പിന്നെ സൂറത്തുൽ യാസീനിൽ നിന്ന് 16 ആയത്ത് മുതൽ 20 ആയത്ത് വരെ കാണാതെ പഠിക്കാം. റാത്തീബ് ഹദ്ദാദിൽ നിന്ന് ഉള്ള ദിക്റുകളും നമ്മളെ ബുക്കിൻ്റെ അവസാനത്തിൽ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നോക്കിയിട്ട് ഒക്കെ ഹിഫ്ലാക്കി പഠിക്കാം. നമുക്ക് വർക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം വരുന്നത് താഉകൾ എത്ര വിധം, ഏതെല്ലാം? ഉദാഹരണ സഹിതം എഴുതുക. താഉകൾ 2 വിധമുണ്ട്. താഉ മജ്റൂറ എന്നിട്ട് ബ്രാക്കറ്റിൽ ഇത് കൊടുക്കുക. താഉ മർബൂത്ത ഇതും നൽകാം. ഉദാഹരണ സഹിതം എഴുതാനാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഉദാഹരണങ്ങൾ എഴുതാം. അൽ ഖാരിയത്തു മൽ ഖാരിയ മനസ്സിലാക്കുക. അൽ ഹത്താക ഹദീസു ആഷിയ മനസ്സിലാക്കിയിട്ട് 2 ഉദാഹരണങ്ങൾ എഴുതുക. അടുത്ത ചോദ്യം എന്താ? താഉ മർബൂത്തയിൽ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? താഉ മർബൂത്തയിൽ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? താഉ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അത് എഴുതുക. അടുത്തത് താഉ മർബൂത്തയുടെ മറ്റൊരു പേര് എഴുതുക. താഉ മർബൂത്തയുടെ മറ്റൊരു പേരെന്താണ്? ഹ തഅനീസ്. നമ്മൾ പാഠത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഇവിടെ നമുക്ക് നോക്കി എഴുതാം. ഹ തഅനീസ് എന്നാണ് ഹ മർബൂത്തയുടെ മറ്റൊരു പേര്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ എഴുതാം. അടുത്ത ചോദ്യം എന്താണ്? ഹ തഅനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹ തഅനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാഇന്റെ ശബ്ദം പുറത്തു വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ ഹാഇന് പകരം അലിഫ് വരികയോ ചെയ്യരുത്. മനസ്സിലാക്കാം. അപ്പോൾ ഈ പാഠം നന്നായിട്ട് പഠിക്കാം.
നമുക്ക് താഉ മജ്റൂറ വൽ മർബൂത്തയെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ അവസാനത്തെ ചോദ്യമായിട്ട് വരും. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. താവുകൾ 2 വിധം, താഉ മജ്റൂറ മർബൂത്ത, എന്നിട്ട് ഈ പാരഗ്രാഫുകളൊക്കെ എഴുതി പൂർത്തിയാക്കാം. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് എന്താണ്? ഹ ഉത്ത് എനീസിനെ ചേർത്തി ഓതേണ്ടത് എങ്ങനെ? ഹ ഉത്ത് എനീസിനെ ചേർത്തി ഓതേണ്ടത് എങ്ങനെയാണ്? ഇവിടെ പറയുന്നുണ്ട് ഹ ഉത്ത് എനീസ്, അതായത് ഈ താ ഇൻമേൽ നിർത്താതെ ചേർത്തി ഓതുകയാണെങ്കിൽ ഹർക്കത്ത് നൽകി താഇന്റെ മഹ്റജിൽ നിന്ന് തന്നെ വായിക്കണം. അപ്പോൾ ഇതും കൂടി നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ എഴുതി നമുക്ക് 5 വരിയിൽ കുറയാതെ എഴുതുന്നതിൽ എഴുതാം. അപ്പോൾ മനസ്സിലാക്കി പഠിക്കാം. അടുത്ത തഹസീസ്, എന്താണ് ഇവിടെ പ്രവർത്തനം വരുന്നത്? നഖ്റ സൂറത്തുർ റായദ്, സൂറത്തുർ റായദ്, പിന്നെ ഇബ്രാഹിം, ഇബ്രാഹിം സൂറത്തും. സൂറത്തുർ റായദിലെ വൈബ്രാഹിമ എന്ന് തൊട്ടിട്ട് ഉള്ള ആയത്ത് 1 മുതൽ 33-ാമത്തെ ആയത്ത് വരെ ഉള്ളതിൽ എത്ര താ മജ്റൂറ മർബൂത്ത ഒക്കെ നിങ്ങൾ കണ്ടെത്തി എന്നത് നിങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തിയ വേർഡ്സുകൾ, ആയത്തുകളില്ലേ, അപ്പം അത് ഇവിടേക്ക് എടുത്ത് എഴുതാനാണ്. സൂറത്തുർ റഅദിൽ നിന്ന് താഉ മജ്റൂറ വൽ മർബൂത്ത കണ്ട ഉദാഹരണങ്ങൾ സൂറത്തിൽ വന്നത് അത് എടുത്തിട്ട് ഇവിടേക്ക് എഴുതാനാണ് പറയുന്നത്. മനസ്സിലാക്കി, നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് എഴുതുക. വർക്ക് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇത്രയാണ് താഉ മജ്റൂറ വൽ മർബൂത്ത എന്ന പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. തജ്വീദിൻ്റെ ട്യൂഷനോ വല്ലതും ആവശ്യമുള്ളവർ എൻ്റെ മൊബൈൽ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85. അവർക്ക് കുറഞ്ഞ ഫീസിലൊക്കെ ട്യൂഷൻ നൽകുന്നതാണ്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.